നമസ്കാരം. ന്യൂസ് 3യിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അവളുടെ ഇടം എവിടെ എന്ന ന്യൂസ് 3 പരമ്പര നമ്മൾ തുടരുകയാണ്. വിവാഹശേഷം പെൺകുട്ടികൾക്ക് സ്വന്തം വീട് അന്യമാകുന്നത് എന്ത് എന്ന വലിയ ചോദ്യമാണ് നമ്മൾ ഉയർത്തുന്നത്. മലപ്പുറത്ത് ഭർത്താവിന്റെ മാനസിക പീഡനം മൂലം ജീവനൊടുക്കിയ 25 വയസ്സ് മാത്രം പ്രായമുള്ള വിഷ്ണുജയെ ആരും മറന്നിട്ടുണ്ടാകില്ല. വിഷ്ണുജയുടെ അച്ഛൻ MP വാസുദേവൻ ഇന്ന് നമുക്കൊപ്പം ചേരുകയാണ്. സാമൂഹ്യ നിരീക്ഷകയായ ദിവ്യ ദിവാകരനെയും സ്വാഗതം ചെയ്യുന്നു ന്യൂസ് 3യിലേക്ക്. ഒപ്പം പ്രേക്ഷകർക്കും അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. അവളുടെ ഇടം എവിടെ? നമ്മൾ ആദ്യം പോകുന്നത് വിഷ്ണുജയുടെ അച്ഛൻ വാസുദേവനിലേക്കാണ്. അച്ഛൻ, ഇത്രത്തോളം വിഷ്ണുജ ദുരിതം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വിഷ്ണുജയുടെ മരണശേഷമാണ് അറിഞ്ഞത് എന്ന് മനസ്സിലാക്കുന്നു. മോൾ ഒരിക്കലും അതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ, ഈ ഒരു പരമ്പര സംഘടിപ്പിക്കുന്നത് തന്നെ ഇനിയൊരു വിഷ്ണുജിയോ വിസ്മയോ ഒന്നും ഉണ്ടാകരുത് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്, എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. പക്ഷെ ഇപ്പോഴും ഭർത്തൃവീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തകൾ നമ്മളെ തേടി എത്തിക്കൊണ്ടേയിരിക്കുന്നു. എന്താണ് വിഷ്ണുജയുടെ കാര്യത്തിൽ സംഭവിച്ചത്? അച്ഛന് കേൾക്കാമോ? എന്താണ് വിഷ്ണുജയുടെ കാര്യത്തിൽ സംഭവിച്ചത്? ഹലോ, കേൾക്കാം. ഞാൻ അച്ഛനോട് ചോദിക്കായിരുന്നു, എന്താണ് വിഷ്ണുജയ്ക്ക് എന്താണ് പറ്റിയത്? വിഷ്ണുജ ഒന്നും പറഞ്ഞിരുന്നില്ലേ? വീട്ടിൽ ഇത്രത്തോളം ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്ന കാര്യം വിഷ്ണുജ പറഞ്ഞിരുന്നില്ലേ ആരോടും? ഇല്ല, വീട്ടില് ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. അവളെ അടുത്ത കൂട്ടുകാരികളോട് മാത്രമേ ഇങ്ങനെയുള്ള എല്ലാ കാര്യവും പറഞ്ഞിട്ടില്ല. എന്നാൽ കുറച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അവളെ കൂട്ടുകാരികളോട് മാത്രം. പിന്നെ കല്യാണം, ഈ HDC എന്ന കോഴ്സ് കഴിയുന്നതിൻ്റെ മുന്നേ തന്നെ കല്യാണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒക്കെ അവൾ ഹോസ്റ്റലിലായിരുന്നു. ഈ ഹോസ്റ്റലിലുള്ള കുട്ടികൾ ആണ് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നത്. അതായത് ഇവൻ ഫോണിൽ സംസാരിക്കുമ്പോൾ ആ സംസാരങ്ങൾ കുറേശ്ശെ അവരും കേട്ടിരുന്നു. അപ്പോൾ അവർക്കാണ് കുറേശ്ശെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നത്. പിന്നെ എന്നെങ്കിലും ഒരു ദിവസം വീട്ടിൽ വരലുള്ളൂ. അധികം അവൾ എളങ്കൂറിലെ വീട്ടിലാണ് പോവുക. പിന്നെ ഈ 1-2 പരീക്ഷേൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം, കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ അവൾ കോച്ചിങ്ങിനും അവിടെ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊന്നും അറിയാൻ പറ്റിയില്ല. അവൾ കാര്യങ്ങൾ എന്തുണ്ടെങ്കിൽ പറയൂല. അങ്ങനെ HDCക്ക് ചേർന്നത് തന്നെ അവളെ നിർബന്ധിച്ചിട്ടാണ് അവൾ ചേർന്നത്. ഡിഗ്രി കഴിഞ്ഞിട്ട് അവൾ PSC കോച്ചിങ്ങിന് പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു HDCക്ക് ചേരാന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അതിനൊക്കെ കുറേ പൈസ ആവും, അത് അച്ഛനെ കൊണ്ട് കഴിയില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞ് പിന്നെ ഏതായാലും HDCക്ക് ചേർന്നതിന് ശേഷം അവൾ ഹോസ്റ്റലിൽ തന്നെയായിരുന്നു. ഹോസ്റ്റലിൽ ഏകദേശം കഴിയാൻ നേരത്താണ് ആലോചന വന്നത്. കഴിയാൻ നേരത്ത് വെച്ചാൽ പിന്നെ 2-3 മാസം ഉണ്ടായിരുന്നു. അപ്പോൾ ആലോചന വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു ഇത് ഈ കോഴ്സ് കഴിഞ്ഞോട്ടെ എന്നിട്ട് മതി കല്യാണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അല്ല ഞങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യും, ജോലി വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. അത് പറഞ്ഞിട്ടാണ് കല്യാണം ഉണ്ടായത്. അപ്പോൾ അത് കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൾ ഹോസ്റ്റലിൽ തന്നെയായിരുന്നു. അതാണ് പിന്നെ വീട്ടിലേക്കൊന്നും അങ്ങനെ വരില്ല. അതാണ് കാരണം. നമുക്കൊരു മെന്റൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയില്ലല്ലേ കുഞ്ഞിന്? ഇത്രയും വിഷമമുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല അല്ലേ അച്ഛാ? അതെ, ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയില്ല.
ആ കാര്യം തന്നെയാണ്. ഇത് എത്രത്തോളം ഉള്ളത് നമ്മളറിയില്ല, അതാണ് കാരണം. പിന്നെ വീട്ടിലെ വിഷമങ്ങളൊക്കെ അവൾക്ക് ശരിക്കും അറിയായിരുന്നു. പിന്നെ മറ്റുള്ള 2 പെൺമക്കളെയും കല്യാണം കഴിച്ചു കൊടുത്ത് കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയാം. അതുകൊണ്ട് അവൾ പറഞ്ഞു, എനിക്ക് ലോൺ എടുത്തിട്ട് കല്യാണം തന്നെ വേണ്ട എന്ന് പറഞ്ഞു. ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിരുന്നു എന്നുള്ളത് കുട്ടിയുടെ വിഷ്ണുജിയുടെ ഫോണിലടക്കം അതിനുള്ള തെളിവൊക്കെ ഉണ്ടായിരുന്നെന്നും ഭർത്താവ് അത് നശിപ്പിച്ചെന്നും ഒക്കെയുള്ള വാർത്ത പിന്നീട് വന്നല്ലോ. എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് പറയാൻ ശ്രമിച്ചിരുന്നോ വിഷ്ണുജ? അതെ അതെ, ഇല്ലല്ല, അവള് പറയാൻ ശ്രമിച്ചിട്ടില്ല. അതായത് അവളെ കൂട്ടുകാരി ഒരു ദിവസം ബർത്ത്ഡേക്ക് ഞാൻ കഴിഞ്ഞ ലെവലൊക്കെ പറഞ്ഞിരുന്നു, അങ്ങനെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് മേടിച്ച് തന്നപ്പോഴാണ് ഈ മർദ്ദനത്തിന്റെ പാടുകൾ കണ്ടത്. അവര് ഇത് ഈ സംഭവമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് ഞങ്ങളൊക്കെ അറിയണത്, മർദ്ദനത്തിന്റെ കാര്യങ്ങളൊക്കെ. അതായത് നിരന്തരം ഉപദ്രവിച്ചിന്. ഇവൻ ഒരു ഇരട്ട മുഖമുള്ള ആളാണ്. പുറമേക്ക് വേറെ ഒരു മുഖം, ഉള്ളിൽ വേറൊരു മുഖമായിട്ട്, ഇങ്ങനെയുള്ള ഒരു പ്രത്യേക ടൈപ്പായിരുന്നു. അത് നമുക്ക് അറിയാൻ പറ്റിയില്ല. ഹോസ്പിറ്റലിലും കാര്യങ്ങളും ഒക്കെ വളരെ ഡീസൻ്റായി പെരുമാറണം. ഈ പെൺകുട്ടികളുടെ ഇടയിൽ ഒക്കെ ഈ പരസ്ത്രീ ബന്ധമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോള് അതിനെപ്പറ്റി ചോദിക്കുമ്പോഴാണ് മർദ്ദനമുറൊക്കെ കണ്ടന്നെ. അതായത് നിരന്തരം മാനസികമായിട്ടും ശാരീരികമായിട്ട് പീഡിപ്പിച്ച്, അത് ആ ഒറ്റ കാരണം കൊണ്ടാണ് അവള് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. ശരി അച്ഛൻ, ഞാൻ അച്ഛനിലേക്ക് വരാം. ഇപ്പോൾ സാമൂഹ്യ നിരീക്ഷക കൂടിയ ദിവ്യ ദിവാകരൻ കൂടി നമുക്കൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. ദിവ്യ, പലപ്പോഴും സംഭവിക്കുന്നത് ഇതാണ്, കുട്ടികൾ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് വീട്ടിൽ വന്ന് പറഞ്ഞാൽ ഇവർക്ക് വിഷമമാകും, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, അത്തരത്തിലുള്ള കാര്യങ്ങൾ അവരെ അലട്ടും. ഇപ്പോൾ വിഷ്ണുജയെ പോലെ വിസ്മയെ പോലെ എത്രയോ പേരെ നമുക്ക് ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഈ ചർച്ച നടക്കുമ്പോഴും ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? ഇതിന് 2 വശങ്ങളുള്ള കേസുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഷൈനി, 2 കുട്ടികളുടെ കൂട്ടി ആത്മഹത്യ ചെയ്ത ഷൈനിയുടെ അവസ്ഥ, അത് വേറൊരു രീതിയിൽ നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ്. വിഷ്ണുജയുടേത് മറ്റൊരു വിഷയമാണ്. ഷൈനിയുടെ കേസ് എന്ന് പറഞ്ഞാൽ ഷൈനി തിരിച്ചു സ്വന്തം വീട്ടിലേക്ക് വന്നു, നടക്കുന്ന പീഡനങ്ങളെ കുറിച്ച് അറിയിച്ചു, വിവാഹമോചനം മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ ഷൈനിക്ക് സംഭവിച്ചത് സ്വന്തം വീട്ടിലും യാതൊരു പിന്തുണയും ലഭിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ശ്രീ ജോർജ് പുല്ലാട്ട് എഴുതിയൊരു പോസ്റ്റ് വായിച്ചപ്പോഴാണ് ഇതിന്റെ കുറെ കൂടി വ്യക്തമായ ഒരു ചിത്രം കിട്ടിയത്. യാതൊരു വിധത്തിലുള്ള മാനസിക പിന്തുണയും സ്വന്തം വീട്ടിൽ കിട്ടാത്തത് കൊണ്ട്, അച്ഛന്റെ ഭാഗത്തു നിന്നുണ്ടായ കുത്തുവാക്കുകൾ കൊണ്ട്, എങ്ങനെയോ കണ്ടുപിടിച്ച ഒരു ചെറിയ ജോലി, ഒരു പാലിയേറ്റീവ് കെയറിൽ കണ്ടുപിടിച്ച ചെറിയ ജോലി പോലും സ്വന്തം പിതാവ് കാരണം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഷൈനിക്ക് ഉണ്ടായത്. ഇനി വേറെ ജോലി അന്വേഷിച്ച് പോവാണെങ്കിൽ മക്കളെ എവിടെ നിർത്താൻ പറ്റില്ല, മക്കളെ എവിടെയെങ്കിലും ഹോസ്റ്റലിലാക്കിക്കോണം, സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് പിന്തുണ ഇല്ലായ്മ, ഈ അങ്ങേയറ്റത്തെ ഒറ്റപ്പെടലിന്റെ അവസ്ഥയിൽ എല്ലാ വാതിലുകളും മുട്ടിയിട്ടും യാതൊരു രക്ഷയുമില്ലാത്ത അവസ്ഥയിലാണ് ആ സ്ത്രീ 2 കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തത്. വിഷ്ണുജയുടെ കേസിൽ ഞാൻ വിഷ്ണുജയുടെ വീട്ടിൽ പോയതാണ്. ഇപ്പൊ സംസാരിച്ച പിതാവിനോടൊക്കെ ഞാൻ നേരിട്ട് സംസാരിച്ചതാണ്. അവിടെ എനിക്ക് മനസ്സിലായത്, ഒരു വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഈ ഒരു പ്രശ്നം അറിഞ്ഞിരുന്നെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണ അവർ നൽകുമായിരുന്നു. പക്ഷെ അവിടെ ഒന്നും തുറന്നു പറച്ചിലുകൾ ഉണ്ടായില്ല. വിഷ്ണുജയ സുഹൃത്തുക്കളോട് പങ്കുവച്ചു, പക്ഷെ സുഹൃത്തുക്കളോ വിഷ്ണുജയോ അത് കൃത്യമായി വീട്ടുകാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നിടത്ത് വലിയൊരു പോരായ്മയുണ്ട്. പക്ഷെ ആ കുട്ടി വിചാരിച്ചിരുന്നത് ഇയാളെ പറഞ്ഞു മനസ്സിലാക്കാം, പറഞ്ഞു നന്നാക്കി എടുക്കാം, ഇയാൾ നന്നാവും എന്നൊക്കെയുള്ള ഒരു ധാരണ. വീട്ടുകാരെ വേദനിപ്പിക്കേണ്ട, എന്റെ പ്രശ്നം മുഴുവൻ അവരോട് പറഞ്ഞ് വീട്ടുകാരെ വേദനിപ്പിക്കേണ്ട എന്നുള്ളൊരു ചിന്താഗതി. പക്ഷെ ഇതൊക്കെ അവസാനം ഒരു ആത്മഹത്യയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഞാനത് കൊലപാതകം ആണ് എന്ന് 90% തന്നെ വിശ്വസിക്കുന്നു, പല കാരണങ്ങൾ കൊണ്ട് തന്നെ.
ഞാനതൊരു വീഡിയോ ഇട്ടതാണ്. ഇവിടെ വീട്ടിൽ പോയി സംസാരിച്ച ശേഷം ഞാനതൊരു വീഡിയോ ഇട്ട വിഷയം തന്നെയാണ്. ഒരു കൊലപാതകമാണോ എന്ന് തന്നെ പൂർണ്ണമായും സംശയിക്കേണ്ട വിഷയമാണ്. അപ്പൊ ഇവിടെ ഇത് തുറന്ന് പറയാതിരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം പെൺകുട്ടികളെ മനസ്സിൽ ചെറുപ്പം മുതലേ ഉണ്ടാക്കി കൊടുക്കുന്ന വിവാഹം എന്ന് പറയുന്ന എന്തോ ഭയങ്കര സംഭവമാണ് എന്നുള്ളതും, ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ് വിവാഹം എന്നുള്ളതും, വിവാഹമോചനം നേടുക അല്ലെങ്കിൽ ദാമ്പത്യം തകരുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മരണം സംഭവിക്കുന്നതിനേക്കാൾ ഭീകരമായ ഒരു കാര്യമാണ് എന്നൊക്കെയുള്ള ഒരു ബോധം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ഒരു അത്രയ്ക്കും അതിനെ അതിജീവിക്കാൻ കഴിയുന്ന അപൂർവം ചില ആളുകളെ ഉള്ളൂ. ഇന്നിപ്പം ശ്രീമതി സീമ വിനോദ് ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് കണ്ടു, ഒരു വിവാഹമോചനത്തിലേക്ക് കടക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്. നേരത്തെ അവർ ഇതേപോലെ ഒരു പോസ്റ്റ് ഇട്ട് പിന്നെ അത് പിൻവലിച്ചു. പക്ഷെ അത് പിൻവലിക്കാനുണ്ടായ അന്നത്തെ കാരണങ്ങളെ കുറിച്ച് അവർ പറയുന്നുണ്ട്. വിവാഹമോചനം എന്ന് പറയുന്നത് അത്രത്തോളം ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. മറ്റുള്ളവരുടെ പരിഹാസങ്ങള്, കുത്തുവാക്കുകള്, ഇതൊക്കെ വിചാരിച്ചുകൊണ്ട് അവരെ ബന്ധം വലിച്ചു നീട്ടി മുന്നോട്ട് പോവായിരുന്നു എന്ന് സീമ വിനോദിനെ പോലെ വളരെ ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്ന, ഓപ്പൺ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ഒരു വ്യക്തിക്ക് പോലും അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം വിഷ്ണുജയെ പോലെ സാധാരണ ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്ന അധികം പ്രായമാവാത്ത ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യം തകരുക എന്ന് പറയുന്നത് എന്തോ വലിയൊരു അപകടം സംഭവിക്കുന്ന പോലത്തെ ഒരു ചിന്താഗതി ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുട്ടി അത് വലിച്ചു നീട്ടി കൊണ്ടുപോയി ഇത്രത്തോളം പീഡനങ്ങൾ സ്വയം സഹിച്ചു, പേരൻസിനെ അറിയിച്ച് ബുദ്ധിമുട്ടിക്കാതെ. അപ്പം ഇത്തരം രണ്ട് കേസുകളുണ്ട്. ഷൈനയുടെ പോലത്തെ വീട്ടുകാരുടെ പിന്തുണ കൊടുക്കാത്ത ഒരവസ്ഥയും ഈ പൊതുബോധം പെൺകുട്ടികളുടെ മനസ്സിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഈ ധാരണ, ഈ വിവാഹത്തെ കുറിച്ച് ഭയങ്കര ഒരു നമ്മളെന്താ പറയാ ഹൈപ്പായിട്ടുള്ള ഒരു സങ്കല്പം ഉണ്ടാക്കി കൊടുത്തത് കൊണ്ട് പെൺകുട്ടികൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള ഒരു മാനസിക ഭയം, ഈ രണ്ട് വിഷയങ്ങളും നമ്മൾ രണ്ട് രീതിയിൽ തന്നെ നോക്കി കാണേണ്ട ഒരു. തീർച്ചയായിട്ടും ഞാൻ താങ്കളിലേക്ക് വരാം ദിവ്യ. നമുക്കൊരു പ്രേക്ഷക കൂടിയുണ്ട്, ജാസ്മിൻ കൊല്ലത്ത് നിന്നും. ജാസ്മിൻ, എന്താണ് ജാസ്മിൻ ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളത്? അല്ല, എനിക്ക് ദിവ്യ പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പെൺകുട്ടികളെ വളർത്തുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് പറയേണ്ടത് അന്യ വീട്ടിലേക്ക് പോകേണ്ട പെൺകുട്ടി. ഈ ഒരു പറച്ചില് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അവസാനിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾക്ക് അന്യ വീട്ടിൽ പോയി ജീവിക്കുക എന്നതല്ല നമ്മുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം. ഏറ്റവും പ്രാഥമികമായിട്ട് അവർക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പഠിക്കുക. വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള ഒരു കാര്യം നമ്മൾ ആദ്യം മുതലേ തന്നെ പഠിപ്പിക്കണം. എന്റെ 18ാമത്തെ വയസ്സിൽ എന്റെ അച്ഛൻ കല്യാണം കഴിച്ചു കൊടുത്തതാണ്. പക്ഷേ ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ അത്ര ഓർത്തഡോക്സ് ഒന്നും ആയിരുന്നില്ല. പക്ഷേ യാദൃച്ഛികമായിട്ട് ഒരു കല്യാണാലോചന വന്നു. ഓക്കെ, അപ്പോ അത് നല്ലതാണെന്ന് തോന്നി കല്യാണം കഴിപ്പിച്ചു. പക്ഷെ ആ വീട്ടിൽ ഞാൻ അനുഭവിച്ച കുറെ കാര്യങ്ങളുണ്ട്. എന്തിനാണ് പറയാ, ആ മാതാപിതാക്കളെ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ ഉമ്മ ഉപ്പ എന്ന് വിളിക്കാനുള്ള ഇതുപോലും എനിക്കുണ്ടായിരുന്നില്ല, സ്വാതന്ത്ര്യം പോലും. അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ ഉമ്മാന്നൊന്നും വിളിക്കണ്ട, നീ ഞങ്ങളുടെ മകളല്ലല്ലോ. അപ്പൊ അവരങ്ങനെ കാണാത്തിടത്തോളം ഒരു സ്ത്രീയും ഒരു വീട്ടിലേക്ക് ആ വീട് നശിക്കണം അല്ലെങ്കിൽ ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞല്ല പോകുന്നത്. പക്ഷെ അവര് നമ്മളെ ഒരു ശത്രുവായിട്ടായിരിക്കും പലപ്പോഴും 90% പേരും കാണുന്നത്. പക്ഷെ ഇന്നിപ്പോ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പോലും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കറുത്തുപോയി. ഞാനും കേട്ടിട്ടുണ്ട്, കറുത്തുപോയി. എന്റെ മകൻ ഒരു വെളുത്ത പെണ്ണായിരുന്നു വേണ്ടത്, കറുത്തുപോയി. അവസാനം ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. എന്റെ ഹസ്ബൻഡിന്റെയും കൂടെ ഒരു പിന്തുണ ഉള്ളത് കൊണ്ട് ആ വീട്ടിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റി. എനിക്ക് അവസാനം എനിക്ക് നല്ലൊരു ജോലി കണ്ടെത്താനായിട്ട് പറ്റി. അതൊക്കെ എനിക്ക് സാധിച്ചു. ഞാൻ ഇന്നിപ്പോൾ എന്റെ മകളെ വളർത്തുന്നത് ഒരിക്കലും വീട്ടിലെ ജോലികളെല്ലാം, അതെ വീട്ടിലെ ജോലികളെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. അത് ആ പെൺകുട്ടികൾക്ക് മാത്രമല്ല, ആൺകുട്ടികളും ഇതൊക്കെ തന്നെ ചെയ്തു വളരണം. അല്ലാതെ ഇത് പെൺകുട്ടികൾക്ക് മാത്രമുള്ളതാണെന്ന് ഏത് സമൂഹമാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്? ഇതൊക്കെ ഒരു പാട്രിയാർക്കിയുടെ ഒരു ഭാഗമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാര്യം ഒരിക്കലും പെൺകുട്ടികളെ ആ ഒരു രീതിയിൽ സപ്രസ് ചെയ്ത് വളർത്തരുത്. പിന്നെ അടക്കവും ഒതുക്കവുമുള്ള പെൺകുട്ടി, എന്ത് അടക്കവും ഒതുക്കവും, നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നവരെ മാത്രം നമ്മൾ റെസ്പെക്ട് ചെയ്താൽ മതി. അത് ഒരു കൊച്ചു കുഞ്ഞാണെങ്കിലും ഒരു മുതിർന്ന മനുഷ്യനാണെങ്കിലും നമ്മൾ പണ്ട് മുതലേ നമ്മളെ പെൺകുട്ടികളെ എന്താ പഠിപ്പിക്കുക? അടക്കവും ഒതുക്കവും വേണം, എല്ലാവരോടും റെസ്പെക്ട് ചെയ്യണം. അതുകൊണ്ട് ചിലപ്പോ വീട്ടിൽ പോലും പലപ്പോഴും നമ്മളെ ബന്ധുക്കളിൽ നിന്നുമൊക്കെ മറ്റുള്ള ബാക്ക് ടച്ച് ഉണ്ടാവുന്ന സമയത്ത് പോലും അവർക്കത് പറയാൻ പറ്റാത്തത്, നമ്മളോട് തുറന്നു പറയാൻ പറ്റാത്തത്. കാര്യം അവരെയൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യണമല്ലോ.
അല്ല, അങ്ങനെ അല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്. എല്ലാവരെയും അല്ല, നമുക്ക് റെസ്പെക്ട് തരുന്നവരെ വേണം നമ്മളും റെസ്പെക്ട് ചെയ്യാൻ. അതൊരു കൊച്ചു കുട്ടിയാണെങ്കിൽ പോലും. ഇങ്ങനെയുള്ള കുറേ അധികം മാറ്റങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വരാനുണ്ട്. ഇപ്പൊ ഇത് കേൾക്കുന്ന ആൾക്കാർ പറയും, ഓ ഇത് ഫെമിനിസമാണ്. ഒരിക്കലുമല്ല. നമ്മള് ഒരു രണ്ടുപേരും, ഇപ്പൊ ഹസ്ബൻഡും വൈഫും രണ്ടുപേരും ചേർന്ന് നയിക്കേണ്ട ഒരു കുടുംബമാണ് നമ്മുടെതൊക്കെ കുടുംബം. അത് മാത്രമല്ല നമ്മളെ കുട്ടികളും അത് കണ്ടു തന്നെ വളരണം. വ്യക്തമാണ് ജാസ്മിൻ, വ്യക്തമാണ്. ഒരുപാട് കോളേഴ്സ് വെയിറ്റിംഗ് ആയതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. നിഷാദ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. നിഷാദ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? എന്താണ് പറയാനുള്ളത്? നിഷാദിന്റെ കോള് കട്ടാണ്. ഞാൻ വാസുദേവൻ സാറിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ശ്രീ വാസുദേവൻ, ഈ ഇത്തരത്തിലുള്ള കളിയാക്കലുകളും വിഷ്ണുജയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ഒക്കെ ആ കുട്ടിയുടെ മനസ്സ് തകർക്കുക എന്നുള്ളത് ആ വീട്ടുകാരും ആ പയ്യനും ആ വിഷ്ണുജയുടെ ഭർത്താവും അത് ശ്രമിച്ചിരുന്നു അല്ലേ? അതെ, അത് ശരിയാണ്. മറ്റേ എങ്ങനെയെങ്കിലും ഇവിടെ മാനസിക നില തകർക്കുക, എന്നിട്ട് ഇവിടെ ഒഴിവാക്കുക എന്നുള്ള ആ ഉദ്ദേശമായിരുന്നു. അവിടെയുള്ള ഇവൻ്റെ അമ്മയ്ക്കും ഇവനും ഒക്കെ അങ്ങനെ ഉള്ള ഉദ്ദേശമായിരുന്നു. നമുക്കെല്ലാം മനസ്സിലാവും. ഈ മകളെ വിവാഹം ചെയ്ത് കൊടുത്തതിന് ശേഷം വാസുദേവൻ സാറോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയും വീട്ടുകാർ ആരെങ്കിലും ഒക്കെ അങ്ങോട്ടേക്കൊന്ന് പോയിരുന്നോ? മകൾ അവിടെ ചെല്ലുന്നത് തന്നെ വളരെ കുറവാണ്. താങ്കൾ പറഞ്ഞു ഹോസ്റ്റലിലായിരുന്നു എന്ന് പറഞ്ഞു. എങ്കിൽ പോലും അവള് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് അറിയാനൊന്ന് പോണമെന്നൊക്കെ തോന്നിയിരുന്നോ? ഞങ്ങള് ഇടയ്ക്ക് അങ്ങനെ പോയിരുന്നു. അധികമൊന്നുമില്ല, 1-2 പ്രാവശ്യം. അവരിങ്ങോട്ട് തീരെ വരലില്ല. ഞങ്ങൾ എന്നാലും 1-2 പ്രാവശ്യം അവിടെ പോയിരുന്നു. ഈ വിഷ്ണുജിയുടെ ഭർത്താവ് നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ടോ? ഈ ജോലി ഇല്ലാത്തതിന്റെ പേരില് ഇല്ല. ഇതുവരെയും ഒരു ദിവസം പോലും ഈ ഇത്രയും കാലമായിട്ട് ഇല്ല, ഒരു ദിവസം പോലും നമ്മളെ വീട്ടിൽ ഒന്ന് താമസിച്ചില്ല. അഥവാ വരുവാണെങ്കിൽ തന്നെ 5 മിനിറ്റൊക്കെ നിന്ന് പോകും. അപ്പൊ തോന്നിയില്ലേ, ഒരു സംശയം തോന്നിയില്ലേ? എന്തുകൊണ്ട് മരുമകൻ ഇവിടെ നിൽക്കുന്നില്ല എന്നുള്ളൊരു സംശയം താങ്കൾക്ക് തോന്നിയില്ലേ? അല്ല, നിൽക്കുന്നില്ല ചോദിക്കുമ്പോ ഇതാ പറയുക, അതിനൊക്കെ അവസരം ഉണ്ടല്ലോ, ആക്കെ ഇനി ചെയ്യാലോ, നമുക്ക് എനിക്ക് ഇനി എത്ര അവസരങ്ങൾ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അതൊന്നും അത്ര വലിയ കാര്യമാക്കിയില്ല. സാധാരണ ഇപ്പോ എല്ലാ അധിക വീട്ടിലും ഉള്ളതല്ലേ. ഈ നേരത്തെ പറഞ്ഞ ഇരട്ട മുഖം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ പറ്റി കാണില്ലല്ലേ? വലിയ സ്നേഹത്തിലായിരുന്നു ആദ്യമൊക്കെ പെരുമാറിയിരുന്നത്. ആദ്യം വലിയ സ്നേഹത്തിലായിരുന്നു. ആദ്യം തുടക്കം എന്ന് പറഞ്ഞാൽ ഏകദേശം 1 മാസമൊക്കെ. പിന്നെ ഈ ജോലി ഇല്ലാത്തതിൻ്റെ പേര് 2 ഇത് കല്യാണം കഴിഞ്ഞതിന് ശേഷം 2 ഈ കോപ്പറേറ്റീവിൻ്റെ 2 ബോർഡിൻ്റെ 2 ടെസ്റ്റ് എഴുതി. ആ ടെസ്റ്റിൽ അവൾക്ക് റാങ്ക് ലിസ്റ്റിലൊന്നും വന്നില്ല. അപ്പൊ തന്നെ പറയുന്നുണ്ട്, എൻ്റെ ജോലി കണ്ടിട്ട് എൻ്റെ ജോലി കണ്ടിട്ട് വരണ്ട പറഞ്ഞു. സ്വന്തമായിട്ട് ജോലി കണ്ടുപിടിച്ചു. അപ്പോൾ പിന്നെ ഈ HDCക്ക് 2nd ക്ലാസ് തന്നെ അവൾക്ക് കിട്ടി. അപ്പോൾ അവൻ പറഞ്ഞു, അത് നീ കോപ്പി അടിച്ചിട്ട് ഉണ്ടാക്കിയതാവും. അങ്ങനെ ഒരു നിസ്സാരമായിട്ട് കുട്ടീനെ മാനസികമായിട്ട് തകർക്കണ മാതിരി. എന്നിട്ട് അത് അവള് അന്ന് പറഞ്ഞിരുന്നു, വീട്ടിൽ വന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും അത്ര കാര്യമാക്കി എടുത്തില്ല ഞങ്ങള്. പക്ഷെ മനസ്സിൽ വെച്ചിരുന്നു ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ. അന്ന് വിഷ്ണുജ വലിയ വിഷമത്തിലാണോ വന്ന് പറഞ്ഞത്? അപ്പൊ അച്ഛൻ എന്താ പറഞ്ഞത്? പോട്ടെ, എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകൂന്ന് പറഞ്ഞോ? അതല്ല, അപ്പൊ ഞാനതിന് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ഈ മറ്റേ അതും അവളും തമാശ രൂപത്തിലാണ് കൂട്ടിയത്. ഈ പറഞ്ഞത് ഓളും ചിരിച്ചുകൊണ്ടാ പറഞ്ഞ. ഏട്ടങ്ങനെ പറഞ്ഞു, മറ്റേ ഈ കോപ്പി എടുത്തിട്ടാവും കിട്ടിയത്. ഈ സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ തർക്കം ഉണ്ടായിരുന്നോ ആ സമയത്ത്, വിവാഹ സമയത്ത്? സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ പറഞ്ഞാലേ മറ്റേ സ്ത്രീധനം പോരാന്നുള്ള പറയലുണ്ടായിരുന്നു. അതായത് അവരെ കുടുംബത്തിലൊക്കെ കല്യാണം കഴിഞ്ഞത്, അതായത് മകളെ കല്യാണം കഴിച്ചു കൊടുത്തതൊക്കെ നല്ല
ഈ ഇതിലാണ് സാമ്പത്തിക സ്ഥിതിയിലാണ് കൊടുത്തത്, അതായത് എൻ്റെ സ്വർണം ധാരാളം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ കുട്ടീനോട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയായിരുന്നു അമ്മ, അവൻ്റെ അമ്മ. പിന്നെ ഈ സ്ത്രീധനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ കൊടുത്തത് തന്നെ ഒറ്റ സ്വർണ്ണമില്ല, ഞങ്ങൾ കൊടുത്ത സ്വർണം ഒക്കെ നശിപ്പിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാലോ അത് നല്ല രീതിയിലല്ല പോണെന്നല്ലേ. ശരിയാണ്. ഇപ്പൊ ഞങ്ങള് കേസിന്റെ കാര്യത്തിലൊക്കെ ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ സ്വർണത്തിനെ പറ്റി അന്വേഷിച്ചപ്പോ ഇതാ പറഞ്ഞേ, ഒക്കെ അവര് നശിപ്പിച്ചിട്ടുണ്ട്, വിറ്റു. ശരി, ഞാൻ ദിവ്യയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ദിവ്യ, ഈ സ്ത്രീധനം വലിയ വിഷയമാണ്, അല്ലെങ്കിൽ സ്ത്രീധനം ആ ഒരു സമയമുണ്ടല്ലോ, അതായത് ഈ പെൺകുട്ടിയെ അവരങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നത് തീരുമാനിക്കുന്ന ആ കരാർ ഉറപ്പിക്കുന്ന സമയം, ആ സമയത്ത് ശരിക്കുമുള്ള അവരുടെ മുഖം പലപ്പോഴും വ്യക്തമാകാറുണ്ട്. ഇപ്പൊ ശ്രീ വാസുദേവൻ സാറ് പറഞ്ഞതുപോലെ ഇരട്ട മുഖമായിരുന്നു മരുമകന്. പക്ഷെ അപ്പോഴും ഈ അമ്മ മകളെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞ് ഫോൺ ചെയ്യുമ്പോൾ പറയും, ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് സ്ത്രീധനമൊക്കെ വാങ്ങിയാണ് പിള്ളേർ കല്യാണം കഴിച്ചിട്ടുള്ളത്, എങ്ങനെയെങ്കിലും ഇവരെ ബോധ്യപ്പെടുത്തുക കുറെ സ്ത്രീധനം വേണമെന്ന്. അപ്പൊ അവിടെ ആ പൊയ്മുഖം അഴിഞ്ഞു വീഴുന്നുണ്ട്. പക്ഷെ അപ്പൊ പോലും നമ്മൾ വിചാരിക്കും ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതല്ലേ എന്നുള്ള ഒരു ലാഘവം അത് നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കുന്നു എന്നുള്ളതല്ലേ. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന വിവാഹ രീതിക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ശരിക്കും ഒരു ഗാംബ്ലിംഗ് പോലെയാണല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവാഹങ്ങള്. ഒത്താലൊത്തു ഇല്ലെങ്കിൽ പോയി. ഒരു ദിവസം വന്ന് ചായ കുടിക്കുന്നു, പരിചയപ്പെടുന്നു, മാട്രിമോണി സൈറ്റിലോ ഏതെങ്കിലും വന്ന പ്രപ്പോസൽ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രോക്കർ വഴി വന്നതായിരിക്കും, ഏതെങ്കിലും പത്രത്തിൽ കണ്ട പരസ്യമായിരിക്കും. കുറച്ച് ദിവസത്തെ പരിചയം മാത്രമാണ് ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പോലും ഉണ്ടാകുന്നുള്ളൂ. ഈ പെൺകുട്ടിയും പയ്യനും തമ്മിൽ ഫോർമൽ ആയിട്ടുള്ള കുറച്ച് സംസാരങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷം ഉടനെ വിവാഹമാണ്. പിന്നീടാണ് ഇവന് ഇരട്ട മുഖവും 10 മുഖവും 20 മുഖവും ഒക്കെ ഉണ്ട് എന്നുള്ള സത്യാവസ്ഥ പിന്നീട് പുറത്തു വരുന്നത്. ഈ മുഖങ്ങളൊക്കെ വിവാഹത്തിന് മുന്നേ കാണാനുള്ള ഒരു അവസരം ഈ പെൺകുട്ടിക്ക് ഉണ്ടാവുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ശരിക്ക് വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ ഡേറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് കല്യാണം കഴിക്കുന്നതാണ് അതിന്റെ ഒരു ശരിയായ രീതി എന്നുള്ളത് ചിലപ്പോൾ ചിന്തിച്ചു പോകും. കാരണം ഒന്നും അല്ലെങ്കിലും ഈ മനുഷ്യനെ കുറെ നാൾ നമുക്ക് അറിയാൻ പറ്റും. ഇയാൾക്ക് പല മുഖങ്ങളുണ്ടെങ്കിൽ അത് കുറെയൊക്കെ എത്രയൊക്കെ ഐഡിയ ചെയ്താലും കുറെയൊക്കെ പുറത്തേക്ക് വരും. ഇത് അതിനൊന്നും ഉള്ളൊരു സാഹചര്യം നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നില്ല. പിന്നെ ആകെപ്പാടെ ഇപ്പൊ കുറെ പെൺകുട്ടികൾ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു, എന്നാൽ പോലും അതും പലതും ട്രാപ്പ് ആവുന്നുണ്ട്, ചിലത് സക്സസ് ആവുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ വ്യക്തമായിട്ട് രണ്ട് വ്യക്തികൾക്ക് മനസ്സിലാക്കാനുള്ള അവസരം നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് ഈ കാലഘട്ടത്തിൽ പോലും എന്ന് പറയേണ്ടി വരും. വിഷ്ണുജയന്റെ അടക്കമുള്ള വിവാഹം അത്തരം ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ് ആണ്. പരസ്പരം മനസ്സിലാക്കാനുള്ള സമയം ആ വ്യക്തികൾക്ക് കിട്ടിയിട്ടില്ല. അവിടെയാണ് പെൺകുട്ടികൾ ട്രാപ്പിൽപ്പെട്ടു പോകുന്നത്. കല്യാണം കഴിക്കുന്നതിന് മുന്നേ കാണുന്ന ഇവന്റെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വളരെ മാന്യമായിട്ടുള്ള പെരുമാറ്റം കല്യാണം കഴിച്ച വീട്ടിൽ എത്തിക്കഴിയുന്നതോടുകൂടി മറ്റൊരാളായിട്ട് മാറുകയാണ്. പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തതിന്റെ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ തന്നെയാണ്. വീട്ടുകാർ വിഷമിക്കില്ലേ, പേരൻസ് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് പൈസ ഉണ്ടാക്കിയ വിവാഹം കഴിച്ചത്. പിന്നെ ഈ വിവാഹം നടത്തുന്ന ആഘോഷം എന്ന് പറയുന്നത് ലളിതമായ ഒരു ചടങ്ങൊക്കെ, വലിയ സാമ്പത്തിക ചെലവൊന്നും ഇല്ലാത്ത ഒരു ചടങ്ങൊക്കെ ആണെങ്കിൽ പെൺകുട്ടികൾ പിന്നെയും വിചാരിക്കും ആ പോയ പോട്ടെ. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് വലിയൊരു സാമ്പത്തിക ബാധ്യത സ്വന്തം വീട്ടുകാർക്ക് ഉണ്ടാക്കി വെച്ച വിവാഹമാണ് എന്നറിയാം. പലരും കടം വാങ്ങിയൊക്കെ ആയിരിക്കും വിവാഹം നടത്തുന്നത്. അതെ, കടം വാങ്ങി വെച്ച വിവാഹമാണ്. അപ്പൊ നാളെ പോയിട്ട് എനിക്ക് വിവാഹം വേണ്ട, എനിക്ക് ഇയാളും കൂടെ പൊരുത്തപ്പെടില്ല എന്ന് ഞാൻ എങ്ങനെ പറയും എന്നുള്ള വലിയൊരു മാനസിക ബാധ്യത ഈ പെൺകുട്ടികളുടെ മേൽ വന്ന് വീഴാണ്. ഈ വിവാഹം എന്നുള്ളൊരു ചടങ്ങ് ഇത്ര ആഘോഷവും ഇത്രയും സാമ്പത്തിക ചെലവും ഓടുകൂടി നടത്തുന്നതിന്റെ ഒരു ദുരുദ്ദേശം ഇതാന്ന് എനിക്ക് തോന്നുന്നു. വലിയൊരു കെണിയൊരുക്കാണ്. അപ്പൊ ഈ കെണി പെട്ടുപോയ പെൺകുട്ടിക്ക് പിന്നെ പുറത്തേക്ക് വരാൻ പറ്റില്ല. കാരണം സ്വന്തം വീട്ടുകാർക്കുണ്ടായ സാമ്പത്തിക ചെലവിനെ കുറിച്ച് കൂട്ടി ചിന്തിക്കും. അതേസമയം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടന്നൊരു വിവാഹമാണ്, ഒരു ചായയും കടിയും കൊടുത്ത് നടത്തിയ വിവാഹമാണെങ്കിൽ ഒരുപക്ഷെ ആ പെൺകുട്ടി കൂടായിട്ട് പോടാൻ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അതെ, പോയാൽ അത്രേ ഉള്ളൂ എന്നെങ്കിലും അവർ വിചാരിക്കും. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഞാൻ താങ്കളിലേക്ക് വരാം. കുറച്ച് പ്രേക്ഷകർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ദീപു തിരുവനന്തപുരത്ത് നിന്ന് ചേരും. ദീപു പറഞ്ഞോളൂ. അശ്വതി, ഞാൻ 70K 80K പാരന്റ് ആണ്, മനുഷ്യനാണ്. അപ്പം ഈ 20Kയിലേക്ക് വരുന്ന 2Kയിലേക്ക് വരുന്ന പിള്ളേരുടെ ഒരു ഗ്രാഫ്, അവരുടെ ഒരു
അവര് കൺസിഡർ ചെയ്യുന്ന കുറെ കാര്യങ്ങള് ശരിക്കും നേരത്തെയൊക്കെ ആണെങ്കിൽ ഒരു 45 ഡിഗ്രിയിൽ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നത് വളരെ അബ്രപ്റ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് മേളിലേക്ക് ഈ തലമുറകൾ തമ്മിലുള്ള ഡിഫറൻസ് വന്നിട്ടുള്ളതെന്നാണ് ഞാൻ എന്റെ മകളിൽ നിന്ന് മനസ്സിലാക്കി. എന്റെ മകള് പ്രായപൂർത്തിയായ ഒരു ആർക്കിടെക്ടാണ്. അവള് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ, PhD കഴിഞ്ഞ ഒരു ആർക്കിടെക്ടാണ്. അപ്പൊ അവളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവര് തീരുമാനിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. അതിപ്പോ നിങ്ങൾ ചോദിക്കുന്നത് അവളുടെ വീട് എവിടെ എന്ന് ചോദിക്കുന്നത് അവളുടെ വീട് അവളുടെ കോൺഫിഡൻസിലാണ്, അല്ലെങ്കിൽ അവളുടെ തീരുമാനങ്ങളിലാണ്. എടുക്കുന്ന തീരുമാനങ്ങളിൽ നമ്മളൊന്ന് വെരിഫൈ ചെയ്യുമ്പം ചിലപ്പോൾ നമുക്ക് ദഹിക്കാൻ പറ്റാത്തതായിരിക്കാം, ചിലപ്പോൾ നമുക്ക് അത് ആലോചിച്ച് തീരുമാനിക്കുമ്പോൾ അതാണ് ശരിയെന്ന് വരുന്ന കാര്യങ്ങളായിരിക്കും. ഇപ്പൊ ഞാനൊരു പ്രവാസിയായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ സ്വരുക്കൂട്ടി വെക്കുന്നത് എന്റെ മക്കളുടെ നല്ലതിന് വേണ്ടിയിട്ടും എന്റെ ഭാവിക്ക് വേണ്ടിയിട്ടും ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ അതിനകത്ത് വെക്കുന്ന പണം ഇപ്പം എന്റെ മകള് നമ്മുടെ CET പഠിച്ചോണ്ട് ഗവൺമെന്റിൽ പഠിച്ചത് കൊണ്ട് തന്നെ ആകെ 8,000 രൂപയാണ് വർഷം തോറും ചെലവാക്കി കൊണ്ടുവന്നിട്ട് ഒരു മീൻസ് ഫീസ് വരുന്നത്. അപ്പൊ അധികം ചെലവാക്കേണ്ടി വന്നത്. പക്ഷെ ഇനി അവളുടെ ഹയർ സ്റ്റഡീസ് ലോകത്തിന്റെ ഏത് കോണിലോ നമ്മുടെ രാജ്യത്തോ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിൽ നിന്റെ കോൺഫിഡൻസിനനുസരിച്ച് നിനക്ക് തീരുമാനിക്കാം. കല്യാണം എന്നുള്ളതായിരുന്നു എന്റെ ഒരു സാധാരണ 70K 70ലും 80ലും ജനിച്ചവരുടെയൊക്കെ മുന്നിൽ മക്കളുടെ കാര്യങ്ങൾ വരിക. പക്ഷെ അത് മാറ്റി വെക്കപ്പെടുന്ന ഒരു അറിവിലേക്ക് ഞാൻ എത്തപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ ഇതുപോലുള്ള ചർച്ചകൾ, ഇതുപോലുള്ള കാര്യങ്ങൾ, അനുഭവങ്ങൾ, ഇപ്പം അദ്ദേഹത്തിന്റെ മകളുടെ അനുഭവം, ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇതല്ല അവരുടെ സ്വന്തം കാലിൽ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന നിലയിലേക്ക് മാറിയത് കൊണ്ട് തന്നെ എവിടെ വേണമെങ്കിൽ പോയി പഠിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക, അല്ലെങ്കിൽ അതിനകത്ത് നിനക്ക് ഉണ്ടാകുന്ന ഒരു കാര്യത്തിലേക്ക് നമുക്ക് പിന്നെ മാറ്റപ്പെടാനുള്ള ഒരു ബോധത്തിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും അത് തന്നെയാണ് ശ്രീ ദീപു നമ്മൾ ഉദ്ദേശിക്കുന്നതും. അത് തന്നെയാണ് ദീപു വിളിച്ചത് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം. അങ്ങനെ കുറച്ച് രക്ഷകർത്താക്കൾക്കെങ്കിലും ആ ഒരു ബോധ്യത്തിലേക്ക് അവർ എത്തണം എന്നുള്ളതാണ്. കോശി എന്ന പ്രേക്ഷകൻ കോന്നിയിൽ നിന്നും ചേരുന്നു. കോശി പറയൂ. നമസ്കാരം. നമസ്കാരം. ഇപ്പൊ ഇങ്ങനെയുള്ള എന്റെ ഒരു അഭിപ്രായം, ഇങ്ങനെയുള്ള ദുരന്തങ്ങൾക്ക് ഒരു കാരണം ഈ വരണ്ട കുടുംബ പശ്ചാത്തലമോ അല്ലെ സാഹചര്യങ്ങളോ മുൻകൂട്ടി മനസ്സിലാക്കാതെയുള്ള വേണ്ടത്ര തയ്യാറെടുപ്പുകളൊന്നുമില്ലാതെയുള്ള വിവാഹങ്ങളാണ്. ഒരു എടുത്തിയാട്ടം പോലെ എവിടുന്നെങ്കിലും പെട്ടെന്ന് പണം ഉണ്ടാക്കി. മാത്രമല്ല പെൺകുട്ടികൾ വളർന്നു വരുമ്പോൾ വല്ലാത്ത ആശങ്കയുണ്ട്. ഇന്നത്തെ സാഹചര്യങ്ങളിൽ അവർ വല്ല പ്രേമബന്ധങ്ങളിലോ മറ്റ് സുരക്ഷിതമല്ലാത്ത ബന്ധങ്ങളിലൊക്കെ പെട്ടുപോകാതെ പെട്ടെന്ന് അവരെ കല്യാണം നടത്താൻ നോക്കുമ്പോൾ ഈ പശ്ചാത്തലമോ ഈ വരണ്ട പശ്ചാത്തലമോ അവന്റെ സ്വഭാവം ഒന്നും മനസ്സിലാക്കുന്നില്ല. ഒന്നത്. രണ്ട്, മറ്റൊന്ന് ഭർത്താവിന്റെ വീട്ടിൽ നിന്നുമുള്ള ശാരീരിക മാനസിക പീഡനങ്ങൾ അറിയിക്കാൻ പെൺകുട്ടിയുടെ വീട്ടുകാർ അപ്പൊ അറിയിച്ചാൽ തന്നെ അവരുടെ ഒരു നിസ്സംഗതയുണ്ട്. പ്രശ്നങ്ങൾ എങ്ങനെയായാലും നിങ്ങൾ തന്നെ പരിഹരിക്കണമെന്നുള്ള ഒരു ഉപദേശവും കൊടുക്കും. പിന്നെ സ്വന്തം സാമ്പത്തിക സ്ഥിതിയേക്കാൾ വളരെ ഉയർന്ന ആവശ്യങ്ങളും ഇതൊക്കെ ലഭിക്കാതെ വരുമ്പോഴുള്ള മോഹഭംഗങ്ങൾ ഒരു കാരണമാകാം. കാരണം വിവാഹം എന്ന സിനിമയിലും ഒക്കെ കണ്ടിട്ട് ഈ പെണ്ണ് വീട്ടിലെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് മറ്റൊരു ഒത്തിരി സ്വപ്നങ്ങളുമായിട്ട് ചെല്ലുമ്പോൾ ആ മോഹഭംഗങ്ങൾ ഒരു കാരണമാകും. ഇനി പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ആത്മവിശ്വാസത്തിന്റെ അഭാവം ഒരു കാരണമാണ്. പിന്നെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്നും പ്രശ്നങ്ങൾ ക്രമേണ പരിഹരിക്കപ്പെടുമെന്നൊന്നും അങ്ങനെ സമാശ്വസിപ്പിക്കാൻ അങ്ങനെ ആരുമില്ലെന്ന് എടുക്കുക, അങ്ങനെ ഒരു തോന്നലുണ്ട്. പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളാണ് ഈ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വളരെയധികം നന്ദി കോശി ഞങ്ങളോട് സംസാരിച്ചതിന്. ഞാൻ ഒരിക്കൽ കൂടി ശ്രീ വാസുദേവൻ സാറിലേക്ക് പോവുകയാണ്. ശ്രീ വാസുദേവൻ, താങ്കളുടെ മകള് നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല. അതിൻ്റെ ഒരു ദുഃഖം ഉണ്ട്. അത് സംസാരത്തിൽ ശബ്ദമിടുന്നതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഞങ്ങളൊപ്പമുണ്ട് എന്ന് പറയാനല്ലാതെ മറ്റൊന്നിനും കഴിയുന്നില്ല. എങ്കിൽ പോലും പറ്റുന്നവരോടൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടോ ഇപ്പോൾ? ഈ വിവാഹം എന്നുള്ളതല്ല അവസാന വാക്ക്, അല്ലെങ്കിൽ മക്കളെ പഠിപ്പിച്ച് കൂടെ നിർത്താൻ, ഒപ്പം നിർത്താൻ, അങ്ങനെ ആവണം എന്നൊക്കെ പറയാറുണ്ടോ ആളുകളോട്? അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കഴിവിന്റെ പരമാവധി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും താങ്കൾക്ക് സംസാരിക്കുന്നതിന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയാമെങ്കിൽ പോലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ക്യാമ്പയിൻ്റെ ഭാഗമാക്കിയത് താങ്കളെപ്പോലെയുള്ള ഒരു അനുഭവസ്ഥൻ പറയുമ്പോൾ അത് അത്രത്തോളം ആഴത്തിൽ ആളുകളുടെ മനസ്സിലേക്ക് എത്തുമെന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ദിവ്യയിലേക്ക് അവസാനമായി, ദിവ്യ വളരെ ചുരുക്കി നമുക്കൊന്ന് കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ, ആരാണ് മാറേണ്ടത്? പെൺകുട്ടികളാണോ അല്ലെങ്കിൽ രക്ഷകർത്താക്കളാണോ ആൺവീട്ടുകാരാണോ എന്നൊക്കെയുള്ള വലിയ ചോദ്യം ഉയർന്നു. എന്താണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്? എല്ലാവരും മാറേണ്ടതുണ്ട് തന്നെയാണ് പറയുന്നത്. ഒരു വിഭാഗം മാത്രം മാറിയത് കൊണ്ട് പൂർണ്ണമായൊരു സാമൂഹിക മാറ്റം ഉണ്ടാവില്ല.
പെൺകുട്ടികളെ കുറച്ചുകൂടി നമ്മൾ ശക്തരാക്കി തന്നെ വളർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട്. ഇപ്പോ വിഷ്ണുചേട്ടന്റെ ഒക്കെ കാര്യത്തിൽ സംഭവിച്ചത് അത് പൊട്ടിച്ചെറിയാറില്ല, വേദനിക്കുകയാണ്, പീഡിപ്പിക്കപ്പെടുകയാണ് എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ് വരാനുള്ള മാനസിക ബലം ഇല്ലാതെ ആയി പോയി എന്നുള്ളിടത്താണ് ആ കുട്ടി പരാജയപ്പെട്ടത്. അപ്പൊ തീർച്ചയായിട്ടും ചെറുപ്പം മുതലേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങള്, വിവാഹം എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് എന്നുള്ളൊരു തോന്നൽ ഒരിക്കലും പെൺകുട്ടികളുടെ മനസ്സിൽ ഉണ്ടാക്കാതിരിക്കുക. ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ കഴിയുക, സ്വന്തം കാലം ജീവിക്കാൻ കഴിയുക എന്നുള്ളതിനാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളതും. നമുക്ക് സഹിക്കാൻ വയ്യാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ വെച്ചു പൊറുപ്പിക്കരുത്. അതിന് സൗഹൃദമായിക്കോട്ടെ, ദാമ്പത്യ ബന്ധമായിക്കോട്ടെ, നമുക്കത് സഹിക്കാൻ കഴിയില്ലെങ്കിൽ അത് വലിച്ചെറിഞ്ഞ് പോരാൻ പറ്റണമെന്ന് ചെറുപ്പത്തിൽ തന്നെ പെൺകുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കണം. അതിന് പ്രണയബന്ധം, ഏതെങ്കിലും പ്രണയബന്ധത്തിൽ പോയി ചാടിയാലും ടോക്സിക് റിലേഷൻ ആണെന്ന് മനസ്സിലായത് അപ്പൊ വലിച്ചെറിഞ്ഞ് പോടാ പുള്ളിയെന്ന് പറയാനുള്ള ആർജവം പെൺകുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും. സമയം അവസാനിക്കുന്നതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. വളരെയധികം നന്ദി രണ്ടുപേർക്കും ഞങ്ങളുടെ ഈ ചർച്ചയിൽ സംസാരിച്ചതിന്. എന്തായാലും ന്യൂസ് ടുഡേ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ നമ്മുടെ പരമ്പര അവസാനിക്കുന്നില്ല. അവളുടെ ഇടം എവിടെയെന്ന ചോദ്യം ആവർത്തിക്കുകയാണ്. നമസ്കാരം.